ഇതിപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിത്തെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ അന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം എനിക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേക്കും രാത്രി ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അപ്പാടെ തന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ അതുമല്ല ഉച്ചയ്ക്ക് പോവാന്ന് തന്നെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിയിലോട്ട്, വെയിലൊക്കെ താറിയിട്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് പോയ ശേഷം ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും റൂമിലോട്ട് തിരിച്ചു വന്ന് രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കണത്. അങ്ങനത്തെ ഞങ്ങൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും താഴത്താണ് കിച്ചനും ഡൈനിങ് ഏരിയയും എല്ലാം. അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പള്ളിവക റൂമാണോ? ഇത് പള്ളിവക റൂമല്ല കേട്ടോ. നമ്മൾ ഞായറാഴ്ച വെളുപ്പിനാണ് എത്തിയത്. ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചത് വിജയ ലോഡ്ജിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ വണ്ടിയിലുള്ള ചേച്ചിമാരൊക്കെ ആയിരുന്നേ. ഇനിയിപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഗ്യാസ് എനിക്ക് തോന്നുന്നു ആൻറ്റിയൊക്കെ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അടപ്പ് അവിടെ നിന്ന് ഇത്ര മണിക്കൂർ ഇത്ര രൂപ അങ്ങനെ വെച്ചിട്ടാറ്റേ തോന്നുന്നു കൊടുക്കണത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയ ആൻറ്റി. ഞങ്ങളുടെ ഒരു ചെറിയ റിലേഷനും കൂടിയാണേ. അപ്പോൾ ആള് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കണ തയ്യാറെടുപ്പിലാണ്. ഉച്ചക്കത്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടെ ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷൻ തിരിഞ്ഞ ആൾക്കാരിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ദേ ഇവിടെ ഇരുന്ന് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ തട്ടി വിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നേരെ പള്ളിയിലോട്ടാണ് പോയത്. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത